ഈ പെൺകുട്ടിയുടെ പ്രേരണയിലാണ് ഇവർ വരുന്നത്. അതായത് ഇവിടെ വീട്ടിൽ സ്വർണം ഉണ്ടെന്നുള്ളതും സ്വർണവും പൈസയും അപഹരിക്കാന്നുള്ളൊരു. ഞങ്ങളുടെ ഒരു 13 വയസ്സ് അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ബാലരമയം കാത്തിരിക്കുക, അല്ലെങ്കിൽ ശക്തിമാൻ കാണുക, അല്ലെങ്കിൽ കളിക്കാൻ പോവുക എന്നുള്ളതൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുന്ന 13കാരിയിലേക്ക് കാലഘട്ടം മാറിയിരിക്കുന്നു. സ്വന്തം അച്ഛനെതിരെ പോക്സോ കേസ് ഫയൽ ചെയ്യുന്ന ഒരു മകളായിട്ട് ഇന്നത്തെ മക്കൾ മാറിയിരിക്കുന്നു. എന്തെങ്കിലും ഒരു തെറ്റുകുറ്റം വീട്ടുകാർ രക്ഷിതാക്കൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പീഡിപ്പിച്ചു എന്നുള്ള പരാതി, അത് അച്ഛനെതിരെയാകാം, അപ്പൂപ്പനെതിരെയാകാം, ചേട്ടനെതിരെയും ആകാം. കാലഹരണപ്പെട്ട നിയമങ്ങൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അന്നത്തെ 13 വയസ്സുകാരുടെ ചിന്താഗതിയല്ല ഇന്നത്തെ 13 വയസ്സുകാരുടേത്. അത് പക്ഷേ ഇവരുടെ ചിന്തയിലെ വളർച്ച കൊണ്ടല്ല, താഴ്ച കൊണ്ടാണ്. ഇവർക്ക് തെറ്റും ശരിയും അറിയില്ല, നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, അതിനുള്ള വിദ്യാഭ്യാസം കിട്ടുന്നില്ല, അത് സ്കൂളിലും കിട്ടുന്നില്ല, കുടുംബത്തിലും കിട്ടുന്നില്ല. കരുവാറ്റയിൽ 74കാരനായ അപ്പൂപ്പനെ കൊന്നിരിക്കുന്നത് സ്വന്തം പേരക്കുട്ടി തന്നെയാണ്. 13 വയസ്സുകാരിയുടെ നിർദ്ദേശപ്രകാരമാണ് കൗമാരക്കാർ ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. എന്തിന്? ഐഫോണും ബൈക്കും വാങ്ങുവാനുള്ള ക്യാഷിന് വേണ്ടി. ക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്ത് തെളിവ് നശിപ്പിക്കുവാനായിട്ട് മുളകുപൊടി വിതറുന്ന ഇത്തരക്കാരെ പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ വെറുതെ വിടരുത്, പ്രായത്തിന്റെ ആനുകൂല്യം കൊടുക്കരുത്. ഇവർ ചെകുത്താന്റെ സന്തതികളാണ്. ആരെങ്കിലുമൊക്കെ ഈ പിള്ളേരൊന്ന് ഭയക്കണം. ഒന്നുകിൽ രക്ഷിതാക്കളെ, അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകനെ. ഒരു നല്ല അധ്യാപകനൊന്ന് ശാസിക്കുവാനോ ഒരു തല്ലു കൊടുക്കുവാനോ സാധിക്കുന്നില്ല. അഥവാ അങ്ങനെ ചെയ്താൽ ആ അധ്യാപകന്റെ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിലിടും, അധ്യാപകനെ തേജോധം ചെയ്യും, അധ്യാപകന്റെ ജോലി തന്നെ കളയിക്കും. സത്യത്തിൽ ഇതിന് വളം വെച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു അധ്യാപകനോ രക്ഷിതാവിനോ കുട്ടിയൊന്നും തല്ലുവാൻ സാധിക്കുന്നില്ല, ഒരു ശാസിക്കാൻ സാധിക്കുന്നില്ല, അപ്പോൾ തന്നെ മാധ്യമപ്പട ഇളകി വരും. ഈ പിള്ളേരെ വഴിതെറ്റിക്കുന്നതിൽ മുഖ്യ പങ്ക് ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ട്. ഈ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇവറ്റകൾക്ക് സത്യമൊന്നും അറിയണ്ട, ഇവറ്റകൾക്ക് വാർത്ത ഉണ്ടാകണം, സെൻസേഷൻ വാർത്ത ഉണ്ടാകണം, അത് വിറ്റഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വൃത്തികേടുകൾക്കും വളം വെച്ച് കൊടുത്തതിനു ശേഷം, പ്രോത്സാഹനം കൊടുത്തതിനു ശേഷം ഇത്തരമൊരു കുറ്റകൃത്യം നടക്കുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്നു, അല്ലെങ്കിൽ അത് വിറ്റ് കാശാക്കുന്നു. ഇതാണോ മാധ്യമ പ്രവർത്തനം? നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? സ്കൂളുകളിലെ കൃത്യമായിട്ടുള്ള മാനസികാരോഗ്യ ക്ലാസുകളും കൗൺസിലിങ്ങുകളും ഉറപ്പുവരുത്തണം. കുട്ടികളുടെ ചിന്തയിൽ ഉണ്ടാകുന്ന ആവശ്യങ്ങളും ആഗ്രഹങ്ങളും, അതിൽ തെറ്റേത് ശരിയേത്, നന്മയേത് തിന്മയേത് എന്നൊക്കെ വേർതിരിച്ച് പറഞ്ഞു കൊടുക്കണം. കുട്ടികളിലെ തെറ്റായിട്ടുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കണ്ടെത്തി അവരെ നേർവഴിക്ക് നയിക്കണം. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ സഹജീവികളോട്, അല്ലെങ്കിൽ മനുഷ്യന്മാരോടും സഹജീവികളോടും പ്രകൃതിയോടും എങ്ങനെ പെരുമാറണം, എങ്ങനെ സമീപിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. മനുഷ്യത്വത്തിനും സഹാനുഭൂതിക്കും ജീവന്റെ വിലയ്ക്കും പ്രാധാന്യം കൊടുത്ത് പാഠ്യവിഷയങ്ങളെ മാറ്റിയെടുക്കണം. അവരെ അത് പഠിപ്പിക്കണം. ഈ കുട്ടികളുടെ സൗഹൃദ വലയങ്ങൾ നിരീക്ഷിക്കണം. ഇവരുടെ കൂട്ടുകാരാരാണ്, ഇവരുടെ പ്രവൃത്തികൾ എന്താണ്, ഇതൊക്കെ രക്ഷിതാക്കളും അറിയണം, അധ്യാപകരും അറിഞ്ഞിരിക്കണം. സമൂഹത്തിന് ഒരു പേടിയും വേണം. അതിന് അങ്ങനെ ഒരു സമൂഹ മാറ്റം മാറ്റിയെടുക്കേണ്ടത് സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മുമ്മ, ആ ബന്ധങ്ങളുടെ മൂല്യം, അതിന്റെ ഇമ്പോർട്ടൻസ് അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇതുവരെ വഴിതെറ്റി കുറ്റകൃത്യങ്ങൾ ചെയ്ത കുട്ടി ക്രിമിനലുകൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നൽകണം. അത് കണ്ട് ബാക്കിയുള്ള കുട്ടികൾ പഠിക്കണം, ഭയക്കണം. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും എന്ന് അവർക്ക് മനസ്സിലാവണം, ബോധ്യപ്പെടണം. രണ്ടും കെട്ട പരിപാടി കാണിക്കുന്ന മാധ്യമങ്ങൾക്ക് സമൂഹത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ സാധിക്കും. നിങ്ങൾ പക്ഷെ നിങ്ങളുടെ ജോലി നന്നായിട്ടല്ല ചെയ്യുന്നത്. നിങ്ങൾ കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ട്. 100% നിങ്ങൾ കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ട്.